എല്ലാ ജീവിതത്തിന്റെ ആ ഒറ്റമൂലി, ജീവിതത്തെ മൊത്തം മാറ്റിമറിക്കുന്ന ആ ഒറ്റമൂലി ഏതാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാം ഇരിക്കുന്നത് എന്നറിയാം. മനോഹരമായൊരു കഥയാണ് അതിലേക്ക് കടക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത്. രേഖയിലില്ലാത്ത ജീവിതം എന്ന് പറയുന്ന MT വാസുദേവൻ നായരുടെ സാറിന്റെ ഒരു ചെറുകഥയുണ്ട്. രേഖയിലില്ലാത്ത ജീവിതം എന്നാണ് അതിൻ്റെ കൊടുത്തിരിക്കുന്നത്. ലോകത്തെ പ്രശസ്തമായ 2 മജീഷ്യന്മാരായിരുന്നു ഹൗഡിനിയും ഈജിപ്തുകാരനായ അഹമ്മദ് ബേയും. ഇവർ രണ്ടുപേരും മാജിക് മേഖലയില് ഭയങ്കര മത്സരമായിരുന്നു. ഒരാള് കൈകളിലിട്ട ചങ്ങലകൾ പൊട്ടിച്ചു മാറ്റുമ്പോ മറ്റൊരാൾ കൂട്ടിയിട്ട പെട്ടിയിൽ നിന്ന് പുറത്തു വരും. ഹൗഡിനി ന്യൂയോർക്കിൽ വെച്ച് ഒരു ഷോയില് കാറിനെ സ്റ്റേജിൽ കൊണ്ടുവരികയും കാറിനെ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാക്കുകയും ചെയ്ത മാജിക് കാണിച്ചപ്പോ അഹമ്മദ് ബേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ഒരു ആനയെ തന്നെ സ്റ്റേജിൽ പ്രത്യക്ഷമാക്കുകയും ആ ആനയെ സ്റ്റേജിൽ നിന്ന് അപ്രത്യക്ഷമാക്കുന്ന മാജിക് കാണിച്ചു. ജനം വല്ലാതെ കൈയടിച്ചു. ആ മത്സരത്തിൽ ഹൗഡിനി പരാജയപ്പെടുകയും അഹമ്മദ് ബേ ലോകപ്രശസ്തനാകുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിലും എല്ലാ വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഇങ്ങനെ മാജിക് അവതരിപ്പിച്ചുകൊണ്ട് നടക്കെ ഒരിക്കൽ അദ്ദേഹം ഒരു കടൽ തീര നഗരത്തിൽ കപ്പലിറങ്ങി മാജിക് അവതരിപ്പിക്കാൻ വേണ്ടി. ആ നാട്ടിൽ മുഴുവൻ ഫ്ലെക്സ് ബോർഡുകൾ, വലിയ കട്ടൗട്ടറുകളൊക്കെ വെച്ചു. ഇതാ ലോകപ്രശസ്തനായ മജീഷ്യൻ അഹമ്മദ് ബേയുടെ മാജിക് പ്രോഗ്രാം നടക്കുന്നു എന്നും പറഞ്ഞു. അനൗൺസ്മെന്റുകളൊക്കെ അന്നത്തെ കോളാമ്പി മൈക്കിളിലുള്ള അനൗൺസ്മെന്റുകളെല്ലാം കടന്നുപോയി. പക്ഷെ പരിപാടി തുടങ്ങാറായി നോക്കുമ്പോ ഒരാൾ പോലും ഈ മാജിക് ഷോ കാണാൻ അവിടെ എത്തിയിട്ടില്ല. അവരാകെ നിരാശരായി സംഘാടകർ. അവസാനം പ്രോഗ്രാം നടക്കുന്ന വേദിയുടെ വാതിലുകൾ തുറന്നിട്ടു. ടിക്കറ്റ് ഒന്നും വേണ്ട, ആൾക്ക് ഫ്രീ ആയിട്ട് കാണാം എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ഇട്ടപ്പോ കുറച്ചാളുകൾ അവിടെ നിന്നൊക്കെ വന്ന് ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിരുന്നു. അഹമ്മദ് ബേ വളരെ പ്രശസ്തമായ മാജിക്കുകൾ കാണിച്ചു. ആദ്യം ഒരു കയറിങ്ങനെ മുകളിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ആ കയറിലൂടെ ഒരു കുട്ടിയെ കയറിലൂടെ തന്നെ മുകളിലേക്ക് കയറ്റുകയും ആ കുട്ടിയെ അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ഇതെല്ലാം കണ്ടിട്ട് ജനം വെറുതെ ഒരു നിസ്സംഗ ഭാവത്തോടെ ഇരുന്നു. പിന്നീട് അദ്ദേഹം ഒരു കത്തി കൊണ്ട് നാവ് മുറിച്ച് കാണിച്ചു. ചോര ഒലിക്കുന്ന നാവ് ആളുകളുടെ നേരെ ചൂണ്ടിയപ്പോൾ അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു, അത് പ്ലാസ്റ്റിക് നാവാണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. അത് പ്ലാസ്റ്റിക് നാവാണ്ട എന്ന് വിളിച്ചു പറഞ്ഞു. പിന്നീട് അദ്ദേഹം വയറ് കുത്തിക്കീറി ഒരു കത്തിയെടുത്ത് നെഞ്ചിലേക്ക് കുത്തി. ചോര ഇങ്ങനെ ഒഴുകുകയാണ്. അപ്പോൾ ആളുകൾ വിളിച്ചു പറഞ്ഞു, ആ കത്തിയിൽ എന്തോ ട്രിക്കുണ്ടടാ എന്ന് വിളിച്ചു പറഞ്ഞു ആളുകൾ. ഗതികെട്ട് ദേഷ്യം വന്ന അദ്ദേഹം മൂർച്ചയേറിയ ഒരു കത്തിയെടുത്ത് നെഞ്ചു പിളർന്ന് തന്റെ ഹൃദയം, ചോരയൊലിക്കുന്ന ഹൃദയം എടുത്ത് ഇങ്ങനെ ആളുകളുടെ മുന്നിൽ കാണിച്ചു. നിങ്ങൾക്ക് ഇത് മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ആളുകൾ പറഞ്ഞു, അത് ആടിന്റെ ചങ്കാണടാ എന്ന് പറഞ്ഞു. അത് ആടിന്റെ ചങ്കാണ്ടടാ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വേദിയിൽ മരിച്ചു വീണു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ശവമഞ്ചവുമായി ആ സർക്കസ് കലാകാരന്മാര് ഇങ്ങനെ ആ മണൽ തീരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കൂട്ടത്തിൽ ഒരു കുട്ടി ആ ശവമഞ്ചം വഹിക്കുന്ന ആളോട് ചോദിച്ചു, ഈ നാട് ഏതാണ് എന്ന് ചോദിച്ചു. ഇത്രയും മാജിക്കുകൾ കാണിച്ചിട്ട് സ്വന്തം ജീവിതം പോലും ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ടും പ്രതികരിക്കാത്ത, സന്തോഷിക്കാത്ത, കയ്യടിക്കാത്ത, അഭിനന്ദിക്കാത്ത ഈ നാടേതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ശവമഞ്ചം വഹിച്ചു കൊണ്ടുപോയ ആ ആളിൽ ഒരാൾ പറഞ്ഞു, ആ നാട് ഏതാണ്? ആ നാട് എന്ന് പറയാൻ പറ്റുമോ സാറേ? ആ നാട് ഏതാന്ന് പറയാൻ പറ്റുമോ? ആ ശവമഞ്ചം വഹിച്ചു കൊണ്ടിരുന്ന ആള് പറഞ്ഞു, ഇത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളം എന്ന് പറയുന്ന ഒരു നാടാട്ടിലാണ് ഇപ്പോ നമ്മളെന്ന്. ഞാനും നിങ്ങളും ഒക്കെ ഇരിക്കുന്ന ഈ കേരളത്തെ കുറിച്ച് ഞാനിത് അടുത്തിടയ്ക്ക് കേട്ടത്
നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മജീഷ്യൻ മുതുകാട് സാറിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഞാൻ ഈ സ്റ്റോറി കേട്ടത്. കാരണം ചങ്ക് പറിച്ചു കൊടുത്താൽ പോലും അത് ആടിന്റെ ചങ്കാണെന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുകളുള്ള ഈ കഥയിൽ നമ്മുടെ ഇന്നത്തെ വിഷയവുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, സമ്പന്നനെ അതിസമ്പന്നനാക്കി മാറ്റുന്ന ഒരു മാന്ത്രിക വിദ്യ, ദരിദ്രനെ രാജകൊട്ടാരങ്ങളിലേക്കും പ്രസിഡന്റ് പദവികളിലേക്കും ഒക്കെ എത്തിക്കുന്ന ഒരു മാന്ത്രികത, വിജയിച്ചവന് കൂടുതൽ കൂടുതൽ വിജയങ്ങൾ നൽകുന്ന, സമ്പന്നനെ അതിസമ്പന്നനാക്കിക്കൊണ്ടിരിക്കുന്ന, അറിവുള്ളവനെ കൂടുതൽ കൂടുതൽ അറിവുള്ളവനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന, പ്രശസ്തരായിട്ടുള്ള ആളുകളെ അതിപ്രശസ്തരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്ത്രികതയുണ്ട്. അവർ അവരുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു മാജിക് വേർഡ് ഉണ്ട്, ഒരു മാജിക് വാക്കുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട വേദഗ്രന്ഥം ബൈബിളിലും ശേഷം വന്ന ഖുർആനിലും അതേപോലെ ഭാരതത്തിലുള്ള പുരാണങ്ങളിലുമൊക്കെ ആ വാക്കിന്റെ മാന്ത്രികതയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് ദ മാജിക് എന്ന മാന്ത്രികം എന്ന് പറയുന്ന റോണ്ട ബേണിന്റെ അതിപ്രശസ്തമായ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈബുക്കി. ദ മാജിക് എന്ന് പറയുന്ന മാന്ത്രിക, ഇത് മാജിക് ഷോ, മുതുകാട് സാറ് കാണിക്കുന്ന മാജിക്കിനെ കുറിച്ചല്ല അവർ പറയുന്നത് കേട്ടോ. ഈ പുസ്തകം കണ്ടിട്ടുള്ളവര്, കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുണ്ട്, സാറ് കേട്ടിട്ടുണ്ട്. ഈ റോണ്ട ബേൺ എന്ന് പറയുന്ന എഴുത്തുകാരിയെ കുറിച്ച് കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുണ്ട്, സാറ് കേട്ടിട്ടുണ്ട്. ഇവരെഴുതിയ അതിപ്രശസ്തമായ മറ്റൊരു പുസ്തകമുണ്ട്. ഇന്നത്തെ മോട്ടിവേഷണൽ ടോക്കേഴ്സ് എല്ലാം ഉപയോഗിക്കുന്ന, ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ വരുന്ന മോട്ടിവേഷണൽ പുസ്തകങ്ങളുടെ എല്ലാം അടിസ്ഥാനമായി വരുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സിന്റെ ബൈബിൾ എന്ന് തന്നെ വിളിക്കപ്പെടുന്ന ഒരു പുസ്തകം ഇവരെഴുതിയിട്ടുണ്ട്, റോണ്ട ബേൺ. അതിലൂടെയാണ് റോണ്ട ബേൺ പ്രശസ്തയായത്. പറയാമോ പുസ്തകത്തിന്റെ പേര്? ദ സീക്രട്ട്. ദ സീക്രട്ട്, രഹസ്യം വെളിപ്പെടുത്തുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വിജയങ്ങളെ പരാജയങ്ങളുടെ രഹസ്യം വെളിപ്പെടുത്തുന്നു. ഭയങ്കര, ആദ്യം സിനിമയാണ് ഇറങ്ങിയത്, ഭയങ്കര ഹിറ്റായി. പിന്നീട് പുസ്തകം എഴുതി, ആ പുസ്തകം വന്നു. ശേഷം വന്നതാണ് ദ പവർ എന്ന് പറയുന്ന പുസ്തകം. അതിനുശേഷം വന്ന പുസ്തകമാണ് ദ മാജിക് എന്ന് പറയുന്ന പുസ്തകം. ഈ 2025 ഇപ്പോ അടുത്ത മാസമാണെന്ന് തോന്നുന്നു പുതിയ പുസ്തകം വരുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു അതിന്റെ പ്രീ പബ്ലിക്കേഷൻ. നമ്മൾ ഡോളറിലൊക്കെ നോക്കുമ്പോൾ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാനത് പ്രീ പബ്ലിക്കേഷൻ ബുക്ക് ചെയ്തില്ല. പിന്നീട് നമ്മുടെ നാട്ടിൽ ഇറങ്ങും പുസ്തകം. അപ്പൊ അതുകൊണ്ട് അടുത്ത പുസ്തകം വരുന്നുണ്ട്. ദ മാന്ത്രികം എന്ന് പറയുന്ന, ഈ മാജിക് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ മനോഹരമായ ആ രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ടാണ് ഈ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ. ഈ പുസ്തകം എനിക്ക് വാങ്ങാൻ വേണ്ടി ഞാൻ എൻ്റെ മകനോട് പറഞ്ഞപ്പോ, എൻ്റെ മൂത്ത മകൻ, ഞാൻ ആദ്യം നിങ്ങൾ സൂചിപ്പിച്ചു, ഇപ്പൊ കോഴിക്കോട് ഡാറ്റ അനലിസ്റ്റായി വർക്ക് ചെയ്യാം ബിടെക് കഴിഞ്ഞിട്ട്. അവൻ എനിക്ക് വാങ്ങിത്തന്ന പുസ്തകമാണ് ഇത്. ആദ്യമായി ഞാൻ എൻ്റെ മോന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇത്രയും ഗംഭീരമായൊരു പുസ്തകം എനിക്ക് വാങ്ങിത്തന്നതിന് ഈ പുസ്തകം എഴുതിയ റോണ്ട ബേണിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പുസ്തകത്തെ കുറിച്ച് കേൾക്കാൻ, ആ മാന്ത്രിക രഹസ്യം എന്താണെന്നറിയാൻ എന്റെ മുന്നിൽ കാതുകുറിപ്പിച്ചിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ മനോഹരമായ പ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെ ഉണർന്നെഴുന്നേൽപ്പിച്ച ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം ഇന്നത്തെ പത്രം വായിച്ചാൽ ഒരു പേജിൽ നിറയെ മരണപ്പെട്ടു പോയവരുടെ വാർത്തകളാണ്. അപ്പോഴാണ് ഇന്നലെ നമ്മളെപ്പോലെ ഉറങ്ങാൻ കിടന്നവരാണ് മഹാഭൂരിഭാഗം ആളുകൾ. ഇന്ന് ഞാനിവിടെ നിന്ന് മനോഹരമായി സംസാരിക്കുമ്പോ സംസാരശേഷി നഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, ശ്വസിക്കാൻ കഴിയാതെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ കഴിയാതെ,
ഒരു തുള്ളി വെള്ളം പോലും സ്വന്തമായി ഇറക്കാൻ കഴിയാതെ സമർത്ഥമായി കിട്ടുന്ന വായുവിനെ നമ്മൾ ഒന്നും അറിയാതെ ഇങ്ങനെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റുമ്പോ ആർക്കും ഒരു നയാ പൈസ പോലും നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ആശുപത്രി കിടക്കയിൽ, നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിലൊക്കെ മണിക്കൂറിന് വില കൊടുത്ത് ഓക്സിജൻ സിലിണ്ടർ മൂക്കിൽ കയറ്റി ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ സ്മരിക്കുമ്പോൾ അതൊന്നുമില്ലാതെ ഇതുപോലെ നിന്ന് സംസാരിക്കാൻ, മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കാൻ, ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ, ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ചായ കുടിക്കാൻ, എനിക്ക് കിട്ടിയതിന്, ഇതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയുന്നതിന് എല്ലാം പ്രപഞ്ചനാഥനോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ആ മഹാരഹസ്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആ രഹസ്യം പിടികിട്ടിയിട്ടുണ്ടാകും എന്ന് തോന്നുന്നു. ആ പുസ്തകത്തിന്റെ ആ രഹസ്യം പറയുന്നത് തന്നെ ഇങ്ങനെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ എഴുതപ്പെട്ട വാചകമാണ്: ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, അത് സമൃദ്ധിയായി നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. കേവലം നമ്മൾ വായിച്ചു പോയ, അല്ലെങ്കിൽ എപ്പോഴും ഇല്ല, പ്രാർത്ഥനകളൊക്കെ എപ്പോഴും തന്നെ ഇത് വരുന്നുണ്ടാവും ഇല്ലേ? പക്ഷെ നമ്മൾ ഇങ്ങനെ കേട്ട്, ഈ ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കടത്തിവിടുന്ന ആ വാക്കുകളുടെ മഹാമാന്ത്രികതയാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഉള്ളവന് കൂടുതൽ കൊടുക്കപ്പെടും, അത് സമൃദ്ധിയായി നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. സമാനമായി ഖുർആനിലുള്ള വാചകം ഇതിനകത്ത് പറയുന്നുണ്ട്. ആ വാചകം ഇതാണ്: ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നു, അള്ളാഹു പ്രഖ്യാപിച്ചിരിക്കുന്നു, നിങ്ങൾ നന്ദിയുള്ളവരെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അധികമായി നൽകും, നിങ്ങൾ നന്ദി കെട്ടവരെങ്കിൽ എന്റെ ശിക്ഷ തീർച്ചയായും കഠിനമായിരിക്കും. ഈ ആദ്യത്തെ വാചകങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവം എന്തൊരു ക്രൂരനാണ് അല്ലെ? ഉള്ളവന് ഞാൻ കൂടുതൽ കൊടുക്കപ്പെടും. ശരിയാണോ? അത് ഒരു നീതികേടല്ലേ? ഉള്ളവന് വീണ്ടും വീണ്ടും ഞാൻ നൽകും. അത് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. രണ്ടാമത് പറയാണ്, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടി എടുക്കപ്പെടും. ഇത് വായിച്ചിട്ട് കേട്ടിട്ട് എന്താണ് തോന്നിയത്? ദൈവം എന്തോ ഒരു മനുഷ്യനാന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ? ഇല്ലാത്തവനല്ലേ കൊടുക്കേണ്ടത്? ഉള്ളവൻ എന്തിനാണ്? യൂസുഫ് അലിക്ക് എന്തിനാണ് വീണ്ടും വീണ്ടും കോടികൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ജോയ് ആലുക്കാസ് ഇപ്പോ ഏറ്റവും പുതിയ സ്റ്റഡി പറയുന്ന ഫോബ്സ് മാസികയുടെ പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ജോയ് ആലുക്കാസ് ആണ്. യൂസുഫ് അലി 2ാം സ്ഥാനത്തുന്ന. പലതരം പഠനങ്ങളാണ് പലരെയും നിർണ്ണയിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഈ ജോയ് ആലുക്കാസിന് ഇങ്ങനെ കൂടുതൽ കൂടുതൽ കൊടുക്കുന്നത്? അതില്ലാത്ത ഈ തെരുവിൽ ഭിക്ഷയാഴ്ച നടക്കുന്നവനല്ലേ കൊടുക്കേണ്ടത്? ഇതല്ലേ ദൈവിക നീതി? ഇതാണ് ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് പറയുന്നുണ്ട്, വിശദീകരണം പറയുന്നുണ്ട്. ആർക്കാണോ ഡാഷ് ഉള്ളത് അവർക്കാണ് ദൈവം കൂടുതൽ നൽകുന്നത്. അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ പറയുന്ന യൂണിവേഴ്സൽ പവർ, പ്രപഞ്ചശക്തി എന്ന വാക്കാണ് അധികം ആളുകളും ഉപയോഗിക്കുക. പ്രപഞ്ചശക്തി, അത് ദൈവം അല്ലാഹ് എന്നൊക്കെ പല പേര് നമ്മൾ പറയും. പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞാൽ അതൊരു കോമൺ മതേതര പേര് ആയിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു. അപ്പോ ആർക്കാണോ ഡാഷ് കൂടുതലുള്ളത് അവർക്ക് നാം കൂടുതലായി നൽകപ്പെടും. ആർക്കാണോ ഡാഷ് ഇല്ലാത്തത് അവരിൽ നിന്ന് നാം അത് എടുക്കപ്പെടും. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. എന്താണ് ആ ഡാഷ്? എന്റെ പ്രിയ സ്നേഹിതനാണ്, നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, ആന്റോ മൈക്കിൾ സർ എന്ന് കേട്ടിട്ടുണ്ട്. ആന്റോ മൈക്കിൾ സർ നമ്മുടെ സെക്രട്ടേറിയറ്റില് കേരള ഇൻഫർമേഷൻ മിഷന്റെ അണ്ടർ സെക്രട്ടറിയാണ്. നമ്മുടെ ഉയർന്ന പദവിയിലിരിക്കുന്ന അതിഭയങ്കരമായ ട്രെയിനിങ് എടുക്കുന്ന ആളാണ്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ ക്ലാസ്സിലൊക്കെ ഇനി എപ്പോഴും പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെയ്ഡും ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടിച്ചു പിരിയും മുമ്പേ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ്. അടിച്ചു പിരിയും മുമ്പേ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വരെ മിറക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന 5 മണിക്ക് ആസാന പ്ലാറ്റ്ഫോം അല്ല, ഞാൻ 4 കൊല്ലമായി എന്ന് പറഞ്ഞത് വേറെയാണ്. ആസാന പ്ലാറ്റ്ഫോമിൽ ഞാൻ അതിൽ നിന്ന് മാറിയിട്ട് ഇതിനകത്ത് കയറും. 7 ദിവസവും മാസത്തിൽ മിറക്കിൾ മോർണിംഗ് അവതരിപ്പിക്കുന്നുണ്ട്. ആർക്കും ഫ്രീ ആയിട്ട് കയറാം.
സെൽഫ് ഇംപ്രൂവ്മെന്റ് ഹബ് എന്നാണ് കൂട്ടായ്മയുടെ പേര്. പോസിറ്റീവ് കമ്മ്യൂൺ പോലെ ഒരു കൂട്ടായ്മയാണ്. ഈ സാറ് ഞങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന പെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അടിച്ചു പിരിയും മുമ്പേ. അത് ദമ്പതിമാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്. അതിന്റെ തൊട്ടു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമിന്റെ പേര് മുള്ളം പന്നികളും ഇണക്കുരുവികളും എന്നായിരുന്നു. നല്ല ട്രെയിനിങ്ങിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്പിക് പേരുകളാണ് സാറിന്റെ. ഇണക്കുരുവികളും മുള്ളം പന്നികളും. അപ്പൊ ഞാൻ പൈസ കൊടുത്താണ് അത് പെയ്ഡ് പ്രോഗ്രാം ആയിരുന്നു. അതിന് ഫ്രീ ആയിട്ട് തന്നതാണ് ഞങ്ങൾക്ക് രണ്ടാമത്തേത്. എന്താണ് ഈ ഇണക്കുരുവി, എന്താണ് ഈ മുള്ളം പന്നി? നിങ്ങൾ ഇണക്കുരുവികളാണോ നിങ്ങൾ മുള്ളം പന്നികളാണോ എന്ന ചോദ്യത്തിലാണ് സാർ ക്ലാസ് ആരംഭിക്കുന്നത്. ഭാര്യയും ഭർത്താവും. നിങ്ങൾ ഇണക്കുരുവിയാണോ നിങ്ങൾ മുള്ളം പന്നിയാണോ? മുള്ളം പന്നിയുടെ സ്വഭാവം പരസ്പരം എപ്പോഴും കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ആ വാക്കിൽ തന്നെ എല്ലാ അർത്ഥമുണ്ട്. മുള്ളം പന്നിയാണോ നിങ്ങൾ ലവ് ബേർഡ്സ് ആണോ? എപ്പോഴും ഇങ്ങനെ ചേർന്നിരുന്ന് കുക്കുരുവി വർത്തമാനം കിന്നാരം പറയുന്നവരാണോ ഭാര്യയും ഭർത്താവും? ചുമ്മാ ആലോചിച്ച് നോക്കി കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ ചർച്ച ചെയ്യും നിങ്ങൾ ഈ വിഷയം. മുള്ളം പന്നി സാറേ ഒരു വിഷയം ഒരാഴ്ച നിങ്ങൾ ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തോ. മുള്ളം പന്നികളും ഇണക്കുരുവികളും നമ്മുടെ ഇതായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് അവതരിപ്പിക്കാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു വന്നത്, ഈ സാറിന്റെ കോവിഡ് കാലത്ത് ഞാൻ പരിചയപ്പെടുന്ന അന്നാ പോസിറ്റീവ് കമ്മ്യൂണിൽ ഒരു ക്ലാസ് എടുക്കാൻ 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. 3 വിഷയം. അതിൽ ഒരു വിഷയത്തിന്റെ പേര് ഇടയിലെ സാധനം റൊമ്പ പ്രധാനം എന്നതായിരുന്നു. ഇടയിലെ സാധനം റൊമ്പ പ്രധാനം. സാറ് കേട്ടിരുന്ന പ്രോഗ്രാം ഞാനായിരുന്നു അന്നതിന്റെ പ്രോഗ്രാം ഡയറക്ടർ. ഞാൻ പിഴക്കാപ്പള്ളി ഇരുന്നുകൊണ്ട് സാറ് തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കും. പോസിറ്റീവ് കമ്മ്യൂണിൽ മറ്റൊരു ക്ലാസ് കണ്ണൂരൊക്കെ ഇരുന്നോണ്ട് ഞാനായിരുന്നു പ്രോഗ്രാം ഡയറക്ടർ. ഈ പോസ്റ്റർ ഇറങ്ങിയപ്പോ എന്റെ ഭാര്യക്ക് ചോദിച്ചേ വൃത്തികെട്ട പേര്, ഇടയിലെ സാധനം റൊമ്പ പ്രധാനം. കാക്ക് നാണമില്ല ഇങ്ങനത്തെ വിഷയമൊക്കെയാണ് ചർച്ച ചെയ്യണല്ലോ ഇരിക്കണെന്ന് വെച്ചു. രണ്ടാമത്തെ സാറിന്റെ പ്രോഗ്രാം വന്നു, അതിന്റെ കണ്ടിന്യൂസ്. അത് ഇടയിലെ ഡാഷ് റൊമ്പ പ്രധാനം, ഇടയിലെ ഡാഷ് റൊമ്പ പ്രധാനം. അപ്പോഴും ആളുകൾക്ക് ഇതായി, ഇത് തന്നെയാണല്ലോ ഇടയിലെ ഡാഷ് റൊമ്പ പ്രധാനം. മൂന്നാമത്തെ പ്രോഗ്രാം ഇടയിലെ അത് റൊമ്പ പ്രധാനം. ആദ്യം ഇടയിലെ സാധനം റൊമ്പ പ്രധാനം, ഇടയിലെ ഡാഷ് റൊമ്പ പ്രധാനം, ഇടയിലെ അത് റൊമ്പ പ്രധാനം. അപ്പൊ എല്ലാവരും ചോദ്യം, ഇടയിലെ ഏതാണ് ഇത്രമാത്രം പ്രധാനപ്പെട്ടത് എന്നായിരുന്നു. ഉത്തരം വളരെ സിമ്പിൾ ആയിരുന്നു. നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെ വൃത്തികെട്ട ചിന്തകളല്ല. ഇടയിലെ ഡാഷും ഇടയിലെ അതും ഇടയിലെ സാധനവും മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള നമ്മുടെ ജീവിതമാണ് പ്രധാനമെന്നാണ്. ജനിച്ചു നമ്മൾ, മരണ തീയതി തീരുമാനിക്കപ്പെട്ടു നിങ്ങൾ ഇല്ലേ? മരണ തീയതി തീരുമാനിച്ചിട്ടല്ലേ ഇപ്പൊ ഇരിക്കുന്നത്. ഇതിനിടയിലുള്ള ജീവിതം, ലൈഫ്, അതെങ്ങനെ ജീവിക്കുന്നു അതാണ് പ്രധാനം എന്ന് പറഞ്ഞതുപോലെ ഈ ഉള്ളവനിൽ നിന്ന് അതുണ്ടെങ്കിൽ അവന് കൂടുതൽ ഞാൻ നൽകും, അതില്ലെങ്കിൽ അവനിൽ നിന്ന് കൂടുതൽ ഞാൻ എടുക്കപ്പെടും എന്ന് പറയുന്ന ആ അത്, ആ സാധനം, ആ ഡാഷ് ആണ് ആ സാറ് പറഞ്ഞ ആ ഡാഷ്. എന്താണ് സാറേ? എഡിറ്റ് എന്ന് പറഞ്ഞു നന്ദി, ഗ്രാറ്റിറ്റ്യൂഡ്. ഈ പുസ്തകം ദ മാജിക് എന്ന് പറയുന്ന ആ മാന്ത്രിക വാക്ക് ലോകത്തെ മാറ്റിമറിക്കുന്ന, ലോകത്തെ ജനങ്ങൾ ജീവിതത്തെ സന്തോഷകരമാക്കി മാറ്റുന്ന, ദീർഘായുസ് നൽകുന്ന, സമ്പത്ത് നൽകുന്ന, ദരിദ്രനെ കൂടുതൽ ദരിദ്രനാക്കിക്കൊണ്ടിരിക്കുന്ന, രോഗിയെ കൂടുതൽ രോഗിയാക്കിക്കൊണ്ടിരിക്കുന്ന, ആരോഗ്യമുള്ളവനെ കൂടുതൽ ആരോഗ്യവാനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ആ മാന്ത്രിക വാക്ക്, ആ സസ്പെൻസ് ഞാൻ കളയുന്നില്ല, അത് മറ്റൊന്നുമല്ല, ഗ്രാറ്റിറ്റ്യൂഡ്. ആ മാന്ത്രിക വാക്കിന്റെ പേരാണ് താങ്ക്സ്. നന്ദി. 2 മനോഹരമായ പാട്ടുകൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊക്കെ കേൾക്കാറുള്ള പാട്ടുകളാണ്. ഒന്ന് ഇതാണ്, നന്ദി ആരോട് ഞാൻ ചെല്ലേണ്ടു. പാട്ട് അറിയാവുന്നവരോ എനിക്ക് 2 പേര് പാടി. നന്ദി ആരോട്. അഹം എന്ന് പറയുന്ന സിനിമയില് മോഹൻലാല് ആണ് ആ കഥാപാത്രം. യേശുദാസ് പാടിയ മനോഹരമായ പാട്ടാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. എന്നെ ഭൂമി ജനിപ്പിച്ച അതിനോടാണോ, പൊക്കിൽ കൊടി മുറിച്ചു മാറ്റിയ ഇതിനോടാണോ? ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുന്നുണ്ട്. നാം ജീവിതത്തിൽ ആരോടാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്? നമ്മളെ മനുഷ്യനായി സൃഷ്ടിച്ച ദൈവത്തോടാണോ നന്ദി രേഖപ്പെടുത്തേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച്, നമ്മൾ മനുഷ്യനല്ലായിട്ടല്ല ജനിച്ചതെങ്കിൽ, നമ്മൾ ജനിച്ചത് മനുഷ്യനായിട്ട് ദൈവത്തിന് ഏത് രൂപത്തിൽ വേണമെങ്കിലും നമ്മളെ ജനിപ്പിക്കാമായിരുന്നു.
തെരുവ് പട്ടിയായിട്ടാണ് ജനിപ്പിച്ചതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആലോചിച്ച് എപ്പോഴെങ്കിലും നിങ്ങൾ മനുഷ്യനായി ജനിച്ചതിന് ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തിയത് ജനിപ്പിച്ചതിന്? മറ്റൊരു വാക്കുണ്ട്, നമ്മൾ മറ്റൊരു മനോഹരമായ പാട്ടുണ്ട്, എപ്പോഴും ചർച്ചകളൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പാടുന്നതായിരിക്കും. നന്ദി അല്ല, വർണ്ണിച്ചിടാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞോളാം. അതെങ്ങനെ? ദൈവസ്നേഹം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ എനിക്ക് വാക്കുകളില്ല, നന്ദി ചൊല്ലാൻ എനിക്ക് ജീവിതം പോരാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പാട്ടൊക്കെ കേൾക്കണം. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഉണ്ട്. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് കേൾപ്പിക്കുന്ന എനിക്ക് അറിയാം എന്നുകൊണ്ട് വീട്ടിൽ പോയിട്ട് ഒന്നുകൂടി കേട്ട് നോക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരികയാണ്. ഈ മാന്ത്രിക വാക്കായ നന്ദിയുടെ പ്രാധാന്യം. ഈ പുസ്തകത്തിൽ ഈ മാന്ത്രിക വാക്കായ നന്ദി ജീവിതത്തിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഏതെല്ലാം തലങ്ങളിൽ നമ്മൾ എഴുതിയ വീൽ ഓഫ് ലൈഫിലെ 6 ഘടകങ്ങൾ, ആ 6 ഘടകങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ പുസ്തകം ഒരു ഡിറ്റക്റ്റീവ് നോവലോ അല്ലെങ്കിൽ ലവ് സ്റ്റോറി ഒന്നും അല്ല. ഇത് 28 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഡേ ടു ഡേ പ്രാക്ടീസ് ആണ് ഈ പുസ്തകം. 28 എന്ന് പറയുന്ന ദിവസത്തിന് തുടർച്ചയായി 28 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. നന്ദി പ്രാക്ടീസ് ചെയ്താൽ, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ ജീവിതത്തിൽ കിട്ടുക? അതാണ് ദൈവം പറയുന്നത്. ഞാൻ നന്ദി അർപ്പിക്കുന്നവന് ഞാൻ കൂടുതൽ കൂടുതൽ നൽകുമെന്നാണ്. ആർക്കാണോ ഞാൻ തന്നതിന് നന്ദിയില്ലാത്തത്, അവനിൽ നിന്ന് ഞാൻ അവന് കൊടുത്തത് എടുക്കും എന്നാണ്. അപ്പൊ കിട്ടിയത് നിലനിർത്താൻ, കിട്ടിയ നന്മകളെ കൂടുതൽ വലുതാക്കാൻ, ലഭിച്ചതിന്, ഇതുവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിന്, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന്, ഇനി ലഭിക്കാനിരിക്കുന്നതിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. മനുഷ്യനായി ജനിപ്പിച്ചതിനും ഈ 50 അല്ലെങ്കിൽ 60 വയസ്സ് വരെയൊക്കെ നമ്മൾ എഴുതപ്പെട്ട വയസ്സിന്റെ പകുതിയിലൊക്കെയാണ് നമ്മളിപ്പോ എത്തിയിട്ടില്ല. 121 എഴുതിയാൽ ഞാൻ പകുതി പോലും എത്തിയിട്ടില്ല. ഇനിയുണ്ട് ഒരുപാട് വയസ്സ്. ഇത്രയും കാലം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം ഞാൻ നന്ദി രേഖപ്പെടുത്തണം. ഇന്നത്തെ പ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് എന്നെ എണീപ്പിച്ച ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് എന്റെ ജീവിതം ആരംഭിക്കേണ്ടത്. കാരണം ആ ഭാഗ്യം ലഭിക്കാത്ത ഒരുപാട് ആളുകൾ ഇപ്പോ സെമിത്തേരികളിലും ശ്മശാനങ്ങളിലും ഖബർസ്ഥാനങ്ങളിലും ഒക്കെ അടക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ഭാര്യ, പത്രത്തിലൊക്കെ ഉണ്ട്, ഒരു ഭാര്യയും ഭർത്താവും മണിക്കൂറിന്റെ വ്യത്യാസം മരിച്ചു. ഒരു വീട് പഴക്കാപ്പള്ളിയിൽ, അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. സബൈൻ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെയൊക്കെ അടുത്ത ഒരു വീട്ടിൽ. അപ്പം തന്നെ ഒരു വലിയ 2 പേരും കൊഴിഞ്ഞു വീണ് മരിച്ചു. ഭർത്താവ് മരിച്ചു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഭാര്യ മരിച്ചു. വലിയ പ്രായമൊന്നുമില്ല. അപ്പൊ ഇത് കേൾക്കുമ്പോ നാം ദൈവത്തോട് നന്ദി രേഖപ്പെടുത്തണം. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. റോഡിലൂടെ നമ്മൾ നടന്നു പോകുമ്പോ, നാം കാർ ഓടിച്ചു പോകുമ്പോ, ബൈക്ക് ഓടിച്ചു പോകുമ്പോ, ആംബുലൻസുകൾ പോകുന്നത് കാണുമ്പോ, നമ്മൾ സാധാരണ പറയുന്നത് ഓ കഷ്ടം ആ മനുഷ്യന്റെ എന്നൊക്കെ പറയുന്നല്ലേ. ആ ആംബുലൻസുകൾ കാണുമ്പോൾ, ആംബുലൻസിലെ രോഗിയെ കാണുമ്പോൾ നാം നന്ദി പറയണം ദൈവത്തോട്. അതുപോലെ എനിക്കിപ്പോൾ ഇതുപോലെ നടക്കാൻ പറ്റുന്നുണ്ടല്ലോ. ആ മനുഷ്യന് തൊട്ടു മുമ്പ് വരെ നമ്മളെപ്പോലെ നടന്ന ആളായിരിക്കും, ഇപ്പോൾ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയതിനെ നന്ദി രേഖപ്പെടുത്തുക. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് നന്ദി രേഖപ്പെടുത്തുക. ഇനി കിട്ടാനിരിക്കുന്നതിന് മുൻകൂട്ടി നന്ദി രേഖപ്പെടുത്തണമെന്നാണ് റോണ്ടാ ബയൻ ഈ പുസ്തകത്തിൽ പറയുന്നത്. സീക്രട്ടിലൂടെ അവർ ആദ്യം അവതരിപ്പിച്ചതും അതേ തത്വം ഒക്കെ തന്നെയായിരുന്നു. ലോ ഓഫ് അട്രാക്ഷൻ. ഒരുപാട് യൂണിവേഴ്സൽ ലോകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. യൂണിവേഴ്സൽ ലോസ് നമ്മളെല്ലാം സയൻസ് പുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന ഒരു യൂണിവേഴ്സൽ ലോ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷണൽ ലോയാണ്. എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക്, സെന്ററിലേക്ക് അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്ന യൂണിവേഴ്സൽ ലോ. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്, ഒരു പ്രപഞ്ച സത്യമാണ്. അത്തരത്തിലുള്ള ഒരുപാട് ലോകൾ വേറെയുണ്ട്.
ഗ്രാവിറ്റേഷൻ ലോ മാത്രമല്ല, ലോ ഓഫ് അബണ്ടൻസ് എന്ന് പറയുന്ന ലോയാണ്, ലോ ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ലോയാണ്, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ലോയാണ്. ഇത്തരത്തിലുള്ള ഒരുപാടെണ്ണമുണ്ട്, 10-15. അത് തന്നെ ഒരു വിഷയം ട്രെയിനിങ് സബ്ജക്റ്റ് ആയിട്ട് അവതരിപ്പിക്കാം നമുക്ക്. പ്രപഞ്ച സത്യങ്ങൾ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ പ്രപഞ്ച നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന്. അതിലാണ് ലോ ഓഫ് അട്രാക്ഷൻ വരുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ ജീവിതത്തിൽ നേടണമെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ വേണ്ടത്, അതാണ് ആദ്യത്തെ സെഷനിൽ നമ്മൾ ചെയ്തത്. നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫിന്റെ പർപ്പസ് എന്താണ് നിങ്ങൾ ഈ ജീവിതം കൊണ്ട് നേടാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം നമ്മൾ. അങ്ങനെ എഴുതി ഉണ്ടാക്കിയാൽ അത് നേടിയെടുക്കണമെന്ന് നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ചാൽ, ബേണിംഗ് ഡിസയർ എന്നാണ് APJ അബ്ദുൽ കലാം പറഞ്ഞത്. വെറും ആഗ്രഹം അല്ല, കിട്ടട്ടെ എന്നല്ല, അതെനിക്ക് നേടിയെടുക്കണം, ഞാനത് നേടിയെടുക്കും, അതെന്റെ ജന്മാവകാശമാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകനെ പോലെ സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു പ്രധാനമാണ്. അതെന്റെ അവകാശമാണ്, ആരുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞതുപോലെ ഇതെൻ നേടിയെടുക്കൽ എന്റെ അവകാശമാണ്, അത് ഞാൻ നേടിയെടുക്കുമെന്ന് തീവ്രമായി ഒരാൾ ആഗ്രഹിച്ചാൽ, ഈ പ്രപഞ്ചത്തിന് ഒരു നിയമമുണ്ട്. എന്താ നിയമം? ദി ആൽക്കെമിസ്റ്റ് എന്ന ഗ്രന്ഥത്തില് പൗലോ കൊയ്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്ന ആൽക്കെമിസ്റ്റിലെ നായകൻ അട്ടിടയനായ ഒരു ബാലനെ കുറിച്ച് പറയുന്നുണ്ട്. ആരത്? അട്ടിടയനായ ബാലനാരാ? ഒക്കെ മറന്നുപോയാ? സാന്റിയാഗോ. മറ്റൊരു സാന്റിയാഗോ ഉണ്ട്, അതേതാ? അത് പണ്ട് ലോട്ടറി തട്ടിപ്പെടുത്തിയ മാർട്ടിൻ, സാന്റിയാഗോ മാർട്ടിൻ. വേറൊരു സാന്റിയാഗോ ഉണ്ട്, ഡോൺ ക്വിക്സോട്ട്. കിഴവനും ഭൂതവും, കിഴവനും കടലും, അല്ലെ? ഓൾഡ് മാൻ ആൻഡ് ദ സീ എഴുതിയത് റൂസോയാ? അത് എഴുതിയത് ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയുന്ന പുസ്തകത്തിലും ഒരു സാന്റിയാഗോ ഉണ്ട്. ആ സാന്റിയാഗോന്റെ കഥ നമ്മുടെ ക്ലാസ്സിൽ വളരെ പ്രസക്തമാണ്. ശരിക്കും പറഞ്ഞു 85 വയസ്സ് പ്രായമുള്ള, നമ്മൾ പ്രായം എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഈ 120 വയസ്സ് വരെയൊക്കെ ലക്ഷ്യം വെച്ചാൽ ഇതൊക്കെ നേടാൻ പറ്റുമോ, ഇനിയിപ്പോ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ലക്ഷ്യം വെക്കുന്നത്, എന്റെയൊക്കെ കാലം കഴിഞ്ഞു, ഞാൻ സെമിത്തേരിയിലേക്ക് പോകാറായി, അല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകളുടെ മുന്നിലേക്കാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ ആ സാന്റിയാഗോനെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ ആട്ടിടയനായ സാന്റിയാഗോ അല്ല, ഈ സാന്റിയാഗോയാണ് ഞാൻ പറയുന്നത്. 85 വയസ്സ് പ്രായമുണ്ട്. അദ്ദേഹം അപ്പോഴും കടലിൽ മീൻ പിടിക്കാൻ പോകും. 84 ദിവസമായി കടലിൽ പോയിട്ട് അദ്ദേഹത്തിന് യാതൊരു മീനും പിടിക്കാൻ പറ്റുന്നില്ല. ആ ഗ്രാമത്തിലുള്ള മുക്കുവന്മാരായ ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി സാന്റിയാഗോനെ. ഇവന്റെ കാലം കഴിഞ്ഞോ, മീൻ പിടിക്കാനുള്ള കഴിവെല്ലാം നഷ്ടപ്പെട്ടു, ദരിദ്രവാസി, പാവം, അവൻ ഇനി പട്ടിണി കിടന്ന് ചത്തുപോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഓരോ ദിവസവും അദ്ദേഹം സമയം 5 മിനിറ്റ് മുമ്പ് ഒന്ന് പറയണം കേട്ടോ ഫാദറെ, സാറേ 5 മിനിറ്റ് മുമ്പ് ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സ്പീഡിലാക്കും. ഞാൻ സമയം നോക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഞാൻ എത്ര നേരം വേണ്ട ഇങ്ങനെ പോകും, അതുകൊണ്ടാണ്. അപ്പോ 85 ആളുകളൊക്കെ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് മാൻലോ എന്നാണ് പേര്, ഒരു കൊച്ചുകുട്ടിയുണ്ട്, എപ്പോഴും ഈ സാന്റിയാഗോയുടെ കൂടെ ഉള്ളതാ. അവന്റെ വീട്ടുകാര് പറഞ്ഞു, ഇനി മേലാൽ നീ സാന്റിയാഗോയുടെ പോകരുത്, അദ്ദേഹത്തിന് ഇനി മീൻ പിടിക്കാനോ ഒരു കഴിവില്ല, അദ്ദേഹം ദരിദ്രനായി ഇപ്പൊ ചത്തുപോകും, അതുകൊണ്ട് ഇനി മേലാൽ അവന്റെ കൂടെ പോകരുത് എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ കുട്ടി വീട്ടുകാരറിയാതെ സാന്റിയാഗോക്ക് പോയി ഭക്ഷണമൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ 84 ദിവസം തുടർച്ചയായി കടലിൽ പോയി ഒരു മീനെ പോലും പിടിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിന്.
പക്ഷെ അദ്ദേഹം നിരാശനായില്ല. 85-ാമത്തെ ദിവസം അദ്ദേഹം പറഞ്ഞു, ഇന്ന് എന്തായാലും ഞാൻ മീൻ പിടിച്ച് ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കും, എനിക്ക് മീൻ പിടിക്കാനുള്ള കഴിവുണ്ടെന്ന്. അന്ന് അദ്ദേഹം കടലിന്റെ ഒരുപാട് ഉള്ളിലേക്ക് പോയി തന്റെ വള്ളവുമായിട്ട് തുഴഞ്ഞു പോയി. ഏറെ നേരം ചൂണ്ടയിട്ടു, മീനൊന്നും കിട്ടിയില്ല അദ്ദേഹത്തിന്. സന്ധ്യയാകാറായി. പെട്ടെന്ന് അദ്ദേഹം ചൂണ്ടയിട്ടിരിക്കുന്ന സ്ഥലത്ത് ഒരു ഇളക്കം കാണുകയാണ്. ഇളകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ മീൻ ചൂണ്ടയൊക്കെ ചെറുപ്പത്തില് ചൂണ്ടയൊക്കെ ഇട്ടിട്ടുള്ളവരാണ് ഒരുപാട് പേര്. അപ്പോൾ അതിൽ എന്തെങ്കിലും കുത്തിട്ട്, പക്ഷേ ഇത് വല്ലാത്തൊരു ഇളക്കമായി. അപ്പോൾ സാന്റിയാഗോ മനസ്സിലായി, ഇതൊരു സാധാരണ മത്സ്യമല്ല, വലിയ എന്തോ ആണ് തന്റെ ചൂണ്ടയിൽ കൊളുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി. അദ്ദേഹം തന്റെ സർവ്വശക്തി ഉപയോഗിച്ച് ആ മീനിനെ വള്ളത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ അദ്ദേഹത്തിന് കഴിയുന്നില്ല. 85 വയസ്സാണ് പ്രായം. മറ്റാധുനിക സംവിധാനങ്ങളൊന്നും ഇല്ല കയ്യില്. 3 ദിവസം അദ്ദേഹം ആ കടലിൽ ആ മത്സ്യവുമായി മല്ലിട്ടു എന്നാണ്. 3-ാമത്തെ ദിവസം അദ്ദേഹം ഒരു അതിനെ വലിച്ച് തന്റെ വള്ളത്തിൽ കിട്ടി. കരയിലേക്ക് തുഴഞ്ഞു പോകാൻ ആരംഭിക്കുമ്പോ വലിയൊരു കൂട്ടം സ്രാവുകൾ ഈ മീനിനെ തിന്നാൻ വേണ്ടി ചുറ്റും കൂടുകയാണ്. നമ്മൾ വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോ അത് നേടിയെടുക്കാൻ സമൂഹത്തിന്റെ ഒരുപാട് ആളുകൾ പുറകിലെ വരും, പാഞ്ഞെത്തും എന്ന് പറയുന്ന ഒരു വലിയ ഒരു മെസ്സേജാണ് ഈ സന്ദർഭത്തിലൂടെ ഹെമിംഗ്വേ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഒരുപാടെണ്ണം നിങ്ങൾ ഈ പരുന്ത് കോഴിക്കുഞ്ഞിനെ എടുത്ത് റാഞ്ചി പറക്കുമ്പോ പുറകെ ഒരുപാട് പക്ഷികൾ, കാക്കകളൊക്കെ ഇങ്ങനെ പറന്നെടുക്കും. കാരണം അതിനെ കുത്തിക്കൊണ്ട് അവർക്ക് എളുപ്പം അതായിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഒരു വലിയൊരു കൂട്ടം സ്രാവുകൾ ഈ മീനിനെ തിന്നാൻ വേണ്ടി ചുറ്റും കൂടി. അദ്ദേഹം പല രീതിയിലും അവയെ ഓടിക്കാൻ ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അദ്ദേഹം വള്ളം തുഴഞ്ഞ് കരയിലെത്തി. ആ മത്സ്യത്തെ ചൂണ്ട വലിച്ചു കയറ്റുമ്പോൾ അദ്ദേഹം ഒരു കാര്യം കാണുന്നത്, അവിടെ കൊത്തിയിരിക്കുന്നത് ഒരു മനുഷ്യനേക്കാൾ നീളമുള്ള വലിയ ഒരു മീനായിരുന്നു. പക്ഷെ മീനിന്റെ അസ്ഥികൂടം മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കിയുള്ള ഭാഗമൊക്കെ സ്രാവുകൾ തിന്നിരുന്നു. ഈ വാർത്ത കേട്ട ആളുകൾ, മുക്കുവന്മാർ തടിച്ചുകൂടി. അവർ പറഞ്ഞു, സാന്റിയാഗോ ഒരു വലിയ ഒരു മുക്കുവനാണ്, മിടുക്കനായ മുക്കുവനാണ്. ഇന്നോളം ആർക്കും ലഭിക്കാത്തത്ര വലിയ ഒരു അസ്ഥികുടം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് വലിയ ഒരു മീനാണ്. അസ്ഥികുടം ഉള്ളുവെങ്കിലും അവർക്ക് ആ മീനും മനസ്സിലായി, ആ മീനിന്റെ വലിപ്പവും അവർക്ക് മനസ്സിലായി. ഈ 85-ാമത്തെ വയസ്സിലും അദ്ദേഹം ഒറ്റക്ക് പോയി ഇത്രയും വലിയൊരു മത്സ്യത്തെ പിടിച്ചു കൊണ്ടുവന്ന 3 ദിവസത്തെ പോരാട്ടങ്ങൾക്കൊടുവിൽ അത് പിടിച്ചു പറ്റുന്നപ്പോൾ അദ്ദേഹത്തെ അവർ അഭിനന്ദിക്കുന്നതുമൊക്കെയാണ് ഈ കഥയിലൂടെ ഹെമിംഗ്വേ അവസാനിപ്പിക്കുന്നത്. പക്ഷെ അദ്ദേഹം എല്ലാം നഷ്ടപ്പെട്ട് ഇതിനകത്ത് ഇരിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ട് അതിനകത്ത്. ചിലർ ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് എന്ത് മോട്ടിവേഷനാ ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം പിടിച്ച മീനിനെ സ്രാഗുകൾ കൊണ്ടുപോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. തുഴയെറിഞ്ഞ് സ്രാഗിനെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ കയ്യിലുള്ളത് പലതും നിസ്സഹായമാണ് എന്നുള്ളതാണ്. നമുക്ക് പലതിനെ നേരിടാൻ നമ്മുടെ കയ്യിൽ ഇന്ന് ഉണ്ട് എന്ന് പറയുമ്പോൾ പോലീസുകാരെ കയ്യിലിരിക്കുന്ന ലാത്തി കൊണ്ട് എല്ലാം ചെയ്യാം, എല്ലാ ജനക്കൂട്ടത്തെയും അടിച്ചോടിക്കാം എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ അത് സാധ്യമല്ല എന്നൊക്കെയുള്ള രീതിയിലേക്കാണ്. ഇപ്പൊ നേപ്പാളിലൊക്കെ നമ്മൾ അത് കണ്ടു അല്ലെ. നേപ്പാൾ പ്രക്ഷോഭത്തിലൊക്കെ പോയി വലിയ വാരിക്കീടുകളൊക്കെ തകർത്തുകൊണ്ട് പിള്ളേരെ മുന്നിൽ പോലീസ് കൂട്ടം ഓടുന്ന, പട്ടാളക്കൂട്ടം ഓടുന്ന വീഡിയോകളൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മുടെ കയ്യിലുള്ള പലതും നിസ്സഹായമായി പോകുന്ന, വലുതെന്ന് നമ്മൾ കരുതുന്ന പലതും നിസ്സഹായമായി പോകുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ ഉള്ള ആന്തരിക അർത്ഥത്തിലേക്കാണ് ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. എന്തായാലും ആ പുസ്തകത്തിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് 85 വയസ്സായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ പോകാതെ വീണ്ടും തന്റെ കഴിവ് തെളിയിക്കാൻ പോയ, മത്സ്യം പിടിക്കാൻ തനിക്ക് കഴിയുമെന്ന് കാണിച്ച സാന്റിയാഗോ. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. കെൻഡക്കി ഫ്രൈഡ് ചിക്കന്റെ കഥയൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. 63-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം അത് തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതം ഉണ്ട്. നമുക്കതൊരു ഇതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ ആ സാന്റിയാഗോ ആട്ടിടയനാണ്. ആട്ടിടയനായ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റിലെ ആട്ടിടയനോട് പല പ്രാവശ്യം പറയുന്ന ഒരു വാചകമാണ്, നിന്റെ ആഗ്രഹം തീവ്രമാണെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കുന്നത് വരെ നീ പരിശ്രമിക്കുകയാണെങ്കിൽ all the universe will conspire you to achieve it എന്ന് പറയുന്ന ആ മനോഹരമായ വാചകം.
ഈ പ്രപഞ്ചത്തിൽ നീ ഒറ്റക്കല്ല, ഈ പ്രപഞ്ചം മുഴുവൻ നിന്നോടൊപ്പം ഉണ്ടാകും. മാസ്റ്റർ മൈൻഡ്, സമാന മനസ്കരുടെ ചിന്തകളെല്ലാം ഊർജമായി നമ്മളിലേക്ക് എത്തും. നമ്മൾ ഒറ്റക്കല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമെന്ന് പറയുന്ന അതുപോലെയാണ് ഈ മാന്ത്രികം, മാജിക് എന്ന് പറയുന്ന ഈ വാക്ക്. നമ്മൾ നമ്മളോട് ചെയ്ത ആളുകളോട് നന്ദി രേഖപ്പെടുത്തിയ കിട്ടിയ വസ്തുവിനോട് നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആ നല്ല കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അതിനെ ആകർഷിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിലേക്ക്. ഇതില്ലാതെയാണെങ്കിൽ കിട്ടിയതിനെ നന്ദി രേഖപ്പെടുത്താത്തവൻ, അവനിൽ നിന്ന് ദൈവം അതെല്ലാം എടുത്തു മാറ്റുകയും ചെയ്യും. അപ്പൊ ഓരോ നിമിഷവും നമ്മൾ ആരോടൊക്കെയാണ് നന്ദി രേഖപ്പെടുത്തേണ്ടത്? 28 ദിവസത്തെ ഈ പ്രാക്ടീസിൽ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമത്തെ ദിവസത്തിന്റെ ആക്ടിവിറ്റിയായി പറയുന്നത്, നിങ്ങൾ ഒരു പേപ്പർ എടുത്ത്, ഒരു പേന കയ്യിലെടുത്ത് സ്വസ്ഥമായി ഇരുന്നിട്ട് ആലോചിക്കുക, എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്. Write the blessings of your life. ചുമ്മാ ഒന്ന് എഴുതി നോക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ദൈവം തന്ന അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി നൽകിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ഒരു 10 എഴുതാനാ പറയുന്നത്. നമുക്ക് പറ്റുമോ 10 എഴുതാൻ? 10 നന്ദി രേഖപ്പെടുത്താനുള്ള 10 കാര്യങ്ങളൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഉണ്ടോ? എത്ര എഴുതാൻ പറ്റുമോ നിങ്ങൾക്ക്? എഴുതിയിട്ടുള്ളവരൊന്ന് കൈവക്കി. ഈ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നവർ ഒന്ന് കൈവക്കി. ഉണ്ട്. എല്ലാ ദിവസവും എഴുതുന്നുണ്ടാ? എല്ലാ ദിവസവും എഴുതുന്നുണ്ടാ? ആ, വല്ലപ്പോഴൊക്കെ എഴുതും. സാറാ ഇപ്പൊ എഴുതുന്നില്ല? എല്ലാ ദിവസവും നമ്മൾ എഴുതണം. ഞാനിപ്പോ എഴുതിക്കൊണ്ടിരിക്കുന്ന എന്റേതാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലാണിത്. ഓരോ ദിവസവും ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, പുസ്തകം വാങ്ങിയ പിന്നെയാണ് എഴുതി തുടങ്ങിയിട്ടോ. ഞാൻ എഴുതിക്കൊണ്ടിരിപ്പുണ്ടിനകത്ത് ഓരോ ദിവസവും. സമയമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ഒക്കെ 200 എഴുതിയിട്ട് തീരാത്ത ദിവസങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കി ഇതിന് മാത്രം എന്താ എഴുതാനുള്ളത്? എഴുതി നോക്കണം, മഹാത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ആദ്യം എഴുതേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ 10 അനുഗ്രഹങ്ങളെങ്കിലും എഴുതുക. എന്താണ് എഴുതേണ്ടത്? ആദ്യം എഴുതാവുന്നത് ഞാൻ ആദ്യം പറഞ്ഞ വാചക, ഇന്നത്തെ പ്രഭാതത്തിൽ ഉറക്കത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ഉറക്കത്തിൽ നിന്ന് എന്നെ എണീപ്പിച്ച ദൈവത്തിന് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക് നന്ദി, നന്ദി, നന്ദി. 3 പ്രാവശ്യം ഈ നന്ദി നന്ദി എന്ന വാക്കെഴുതണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. 3 എന്ന സംഖ്യ ഒരു മാജിക് ന്യൂമറോളജി മാജിക് നമ്പറാണ്. 7 മറ്റൊരു മാജിക് നമ്പറാണ്. 7ഉം 7ന്റെ മൾട്ടിപ്പിൾസ്. അതാണ് ചില ആളുകൾ പറയുന്നത് 21 ദിവസം തുടർച്ചയായിട്ട് ഒരു കാര്യം ചെയ്താൽ അത് ഹാബിറ്റായി മാറും എന്ന് പറയുന്നത്. അതുപോലെ 7ന്റെ മറ്റൊരു ഗുണിതമാണ് 28 എന്ന് പറയുന്നത്. ഈ പുസ്തകത്തിൽ 28 ദിവസത്തിനാണ് സംഖ്യയാണ് എടുക്കുന്നത്. അപ്പൊ എല്ലാ ദിവസവും ആദ്യം 10 അനുഗ്രഹങ്ങളെങ്കിലും എഴുതുക. ആ 10 അനുഗ്രഹങ്ങൾ എഴുതിയിട്ട് എന്തുകൊണ്ടാണ് നന്ദി രേഖപ്പെടുത്തുന്നത് കൂടി എഴുതണം. ഇപ്പോ ഞാൻ എഴുതുകയാണ്, എന്റെ കണ്ണുകൾക്ക് നന്ദി. അങ്ങനെ മാത്രം എഴുതിയാൽ പോരാ. എന്തുകൊണ്ടാണ് ഈ കണ്ണിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത്? നിങ്ങളെ കാണാൻ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ കാണാൻ, മനോഹരമായ ഈ പ്രപഞ്ചത്തെ കാണാൻ, എനിക്ക് വായിക്കാൻ, എനിക്ക് എഴുതാൻ, എല്ലാം ഈ കണ്ണ് എന്നെ സഹായിക്കുന്നുണ്ട്. ഇല്ലേ? കണ്ണ് കാഴ്ച കാണാൻ മാത്രമല്ലല്ലോ. അപ്പൊ എനിക്ക് മനോഹരമായ കാഴ്ചകൾ നൽകുന്ന ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ സഹായിക്കുന്ന എന്റെ കണ്ണുകൾക്ക് നന്ദി, നന്ദി, നന്ദി എന്നത്. എന്റെ ചെവി സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല ഈ ചെവി തന്നത്, കണ്ണട വയ്ക്കാൻ വേണ്ടിയിട്ടല്ല ചെവി തന്നത്. ചില ആളുകൾ കുട്ടികൾ പറഞ്ഞ കണ്ണട വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ചെവി തന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ കണ്ണട വയ്ക്കണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ദൈവം ഈ ചെവി തന്നത് കണ്ണട വയ്ക്കാൻ വേണ്ടിയിട്ടല്ല, കണ്ണട കാല് വയ്ക്കാനല്ല. ഈ ചെവി ഇല്ലായിരുന്നെങ്കിൽ കണ്ണട കാലില്ലാത്ത രൂപത്തിൽ ഇറങ്ങിയാനെ. ഇപ്പൊ ലെൻസ് ഇറങ്ങിയതുപോലെ ആദ്യം തന്നെ കണ്ണിനകത്ത് ലെൻസ് വന്നേനെ.
അപ്പൊ ഈ ചെവി തന്നത് ഈ പ്രപഞ്ചത്തിലെ അതിമനോഹരമായ ശബ്ദങ്ങൾ കേൾക്കാൻ. എന്റെ ഭാര്യയുടെ, എന്റെ മാതാപിതാക്കളുടെ, എന്റെ മക്കളുടെ, എന്റെ നാട്ടിലുള്ള ഇവരുടെ ഒക്കെ എനിക്ക് ശബ്ദങ്ങൾ, പാട്ടുകൾ കേൾക്കാം, വാക്കുകൾ കേൾക്കാം. ഇത് കേൾക്കാനുള്ള കഴിവ് നൽകിയ ഇതിന് ചെവിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നന്ദി, നന്ദി. ഇങ്ങനെ ഓരോന്ന് എഴുതാം. പഞ്ചേന്ദ്രിയങ്ങൾ നമ്മൾ നിർബന്ധമായി എഴുതേണ്ടതാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് നന്ദി. 5 സെൻസ് ഓർഗൻസ്. 5 സെൻസ് ഓർഗൻസ്. 5 മിനിറ്റ്. ഓക്കെ. 5 സെൻസ് ഓർഗൻസിന് നന്ദി എഴുതണം. കണ്ണ് അതിലൊന്നാണ്. കാഴ്ച നൽകുന്ന കണ്ണുകൾക്ക് നന്ദി. പിന്നെ അത് മാത്രമല്ല, കണ്ണിന് എഴുതാൻ സഹായിക്കുന്ന കണ്ണിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എല്ലാം തിരിച്ചിരിച്ച് എഴുതി പോകാം. മനോഹരമായ ശബ്ദം കേൾക്കാൻ കഴിയുന്ന എന്റെ ചെവികൾക്ക് നന്ദി. അപ്പൊ നിങ്ങളുടെ കേൾവിശക്തി കൂടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ നിലവിലുള്ള ഈ ശക്തിക്ക് നന്ദി രേഖപ്പെടുത്തുക. അതാണ് ദൈവവചനമായി ആദ്യത്തിൽ പറയുന്നത്. ഉള്ളവന് കൂടെ നൽകപ്പെടും, നന്ദി ഉള്ളവന് കൂടെ നൽകപ്പെടും. ഈ ചെവിയുടെ കേൾവിശക്തിക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ ഈ കേൾവിശക്തി കൂടും നിങ്ങളുടെ. അതേപോലെ തന്നെ മറ്റൊരു പഞ്ചേന്ദ്രിയമാണ് മൂക്ക്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, ചെറിയൊരു ജലദോഷം വന്നാൽ ഉച്ചയ്ക്ക് നിങ്ങൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആകാം. അതിന്റെ രുചി കിട്ടുമോ നിങ്ങൾക്ക്? രുചി കിട്ടുമോ? രുചി കിട്ടുമോ? ഇല്ല. ഈ മൂക്കിലൊരു ജലദോഷം വന്നാൽ നമുക്ക് കിട്ടില്ല. അപ്പോ സ്മെല്ലറിയാൻ നമ്മെ സഹായിക്കുന്ന, സ്മെല്ല് രുചിയെ നിയന്ത്രിക്കുന്ന ഒരു ഘടക നാവ് മാത്രമല്ല, മണം കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് രുചി അനുഭവപ്പെടുന്നത്. അപ്പോ മൂക്കിന് നന്ദി. രുചി അറിയാൻ സഹായിക്കുന്ന നാവിന് നന്ദി. ഇതെവിടെ ആയിരക്കണക്കിന് സ്വാദു മുകുളങ്ങളുണ്ട്. ആ സ്വാദു മുകുളങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തണം. പിന്നെയാ ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തു, ഞാൻ ചെയ്യിക്കാനിരുന്നതാ. നമ്മൾ മറ്റുള്ളവർക്ക് ക്ഷയിക്കാൻ കൊടുക്കും. പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന, സൗഹൃദം വർദ്ധിപ്പിക്കുന്ന വലിയൊരു ഘടകമാണ് പുഞ്ചിരി പോലെ തന്നെ ക്ഷയിക്കാൻ കൊടുക്കുക എന്ന് പറയുന്നത്. അവിടെ ഉപയോഗിക്കുന്നത് സ്കിന്നാണ് ഉപയോഗിക്കുന്നത്. അതായത് ടച്ച് എന്ന് പറയുന്ന സെൻസ് ഓർഗന്റെ സെൻസിറ്റിവിറ്റിയാണ് ഉപയോഗപ്പെടുന്നത് അവിടെ. അപ്പോൾ എന്റെ ഈ സ്കിന്നിന് സെൻസിറ്റിവിറ്റി പവർ ഇല്ലെങ്കിൽ ഞാൻ ക്ഷയിക്കാൻ കൊടുത്താൽ അത് മൃതദേഹത്തിന് ക്ഷയിക്കാൻ കൊടുക്കുന്ന അനുഭവം ഉണ്ടാവും. അപ്പോ ആ തൊലിക്ക് നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ഇപ്പോഴും നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരം ഇടിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിന് നന്ദി രേഖപ്പെടുത്തണം. അപ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാതിരിക്കുള്ളൂ. എഴുതണം നിങ്ങൾ. നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിന് നന്ദി. എന്റെ തലച്ചോറിലേക്കും എന്റെ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് രക്തം ഓക്സിജൻ എത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ രക്തത്തിന് നന്ദി. എന്റെ അപാരമായ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും കാരണമായ എന്റെ തലച്ചോറിന് നന്ദി. ആ തലച്ചോറിനകത്തുള്ള കോടാനുകോടി ന്യൂറോണുകൾക്ക് നന്ദി. ആലോചിച്ച് നോക്കിയേ, ന്യൂറോണുകൾക്ക് നന്ദി. എന്നെ നടക്കാൻ, ഇരിക്കാൻ, ഓടാൻ സഹായിക്കുന്ന എന്റെ കാലുകൾക്ക് നന്ദി. എപ്പോഴെങ്കിലും നിങ്ങൾ കാലുകൾക്ക് നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇരു കാലുകൾക്കും, കാൽപാദത്തിനും, കാൽ വിരലുകൾക്കും നന്ദി രേഖപ്പെടുത്തണം. ഈ കാലിലൂടെ ഒഴുകുന്ന രക്തക്കുഴലുണ്ടല്ലോ, ഭയങ്കര പ്രധാനപ്പെട്ടതാ. സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. സെക്കൻഡ് ഹാർട്ട് എന്നാണ് കാലിലെ ഞരമ്പുകൾ അറിയപ്പെടുന്നത്. അശുദ്ധ രക്തം ഒഴുകുന്ന വെയിനുകൾ അറിയപ്പെടുന്നത്. ഡോക്ടർമാർ അതിലുണ്ട് അതിനകത്ത്. സെക്കൻഡ് ഹാർട്ട് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഹൃദയം പമ്പ് ചെയ്യുന്നത് ശുദ്ധരക്തമാണ്. അത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോ അശുദ്ധ രക്തം, ഇംപ്യൂർ ബ്ലഡ്, നോൺ ഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്നത് ഈ കാലിലെ ഞരമ്പുകളാണ്. ആ രക്തം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂഗുരുത്വാകർഷണത്തിന് എതിരായിട്ടാണ് അവ പ്രവർത്തിക്കുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ നിൽക്കുമ്പോ ഗ്രാവിറ്റേഷണൽ ലോ പറയുന്നത് എല്ലാ വസ്തുക്കളെയും ഭൂമി അതിന്റെ സെന്ററിലേക്ക് ആകർഷിക്കുന്ന. അപ്പോൾ എന്റെ കാലിലെ ഞരമ്പുകൾ ചെയ്യുന്നത് ആ ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനേക്കാൾ പവറിൽ ബ്ലഡ് മുകളിലേക്ക് കയറ്റുന്നത് കൊണ്ടാണ്
ആ ബ്ലഡ് എന്റെ ഇതെത്തി വരുന്നു. ഞാനിങ്ങനെ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോ എന്റെ തലച്ചോറിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നത് ഇവിടെയുള്ള ഹൃദയം നേരെ മുകളിലേക്കാണ് പമ്പ് ചെയ്യുന്നത്. എഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ലോ ആണത്. എത്ര പവറാണ് നിങ്ങൾ ആലോചിച്ചു. ഇങ്ങനെ നമ്മുടെ ശരീരം മാത്രം എടുത്താൽ നിങ്ങൾക്ക് ആയിരക്കണക്കിന് നന്ദി രേഖപ്പെടുത്താനുള്ള വാക്കുകൾ കിട്ടും. ശരീരം മാത്രം എടുത്തു. ഇതുപോലെ സംസാരിക്കാൻ കഴിയാത്ത ദൂരം ആളുകളുള്ളത്. അപ്പോ അങ്ങനെ എടുക്കണം. പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങള്, മാതാപിതാക്കള്, അധ്യാപകര്, ഗുരുജനങ്ങള്, പ്രകൃതി പ്രതിഭാസങ്ങള് ഒക്കെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതുക. ആദ്യത്തെ പക്ഷം എന്ന് പറയുന്നത് അതാണ്. 2, ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നത് ദ മാജിക് സ്റ്റോണിനെ കുറിച്ചാണ്. മാജിക് സ്റ്റോണിനെ കുറിച്ചാണ് അവതരിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഇത്തരത്തിൽ മാജിക് സ്റ്റോണുകൾ വേണം. ഈ മാജിക് സ്റ്റോണുകളുടെ ആക്ടിവിറ്റി പറയുന്നത്, ഇത് നമുക്ക് പൂന്തോട്ടത്തിൽ നിന്നോ അതല്ലെങ്കിൽ പുഴയിൽ നിന്ന്, അതാണ് ഏറ്റവും നല്ലത്. ഈ പുഴയിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നല്ല മനോഹരമായ ഉണ്ടക്കല്ലുകൾ കിട്ടും. നല്ല മിനുസമുള്ള ചെറിയ കല്ല് കിട്ടും. അത് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആറ്റം ഇങ്ങനെ പിടിച്ച് ആവുന്നതായിരിക്കണം. അതാണ്. പൂന്തോട്ടത്തിൽ നിന്നോ ഗാർഡനിൽ നിന്ന്, അതുപോലെ എവിടെയെങ്കിലും നിന്ന് ഇതുപോലെ ചെറിയ ഇതെടുക്കുക. ഇതാണ് മാജിക് സ്റ്റോൺ എന്ന് പറയുന്നത്. 2ാമത്തെ ദിവസം ഇതിൽ പറയുന്നത് മാജിക് സ്റ്റോൺ പ്രാക്ടീസർ. അതായത് ഈ കല്ല് കയ്യിലെടുത്ത്, ഈ കല്ല് നമ്മൾ ഇന്നിപ്പോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോ നിങ്ങളുടെ കട്ടിലിന്റെ നിങ്ങൾ കാണത്തക്ക രീതിയിൽ ഈ കല്ല് വെക്കണം. എന്നിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോ ഈ കല്ലിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങളും ഓരോന്ന് ഓർത്തെടുത്ത് അതിന് നന്ദി പറയണം. പ്രധാനമായിട്ട് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കണ്ടെത്തി ആ അനുഗ്രഹത്തിന് നന്ദി 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 എന്ന് പറയുക. അപ്പോൾ ഇത് ഒരു മാജിക് സ്റ്റോണായി മാറും. ഇത് നമ്മൾ കട്ടിലിന്റെ അടുത്ത് തന്നെ വെച്ചിട്ട് കിടന്നുറങ്ങുന്നത്. രാവിലെ ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ ഈ കല്ലെടുത്ത് കയ്യിൽ പിടിക്കണം. എന്നിട്ട് പറയണം, ഇന്ന് ഉറക്കത്തിൽ നിന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെ എണീപ്പിച്ച ദൈവത്തിന് നന്ദി നന്ദി നന്ദി. ഇന്നലെ മനോഹരമായി രാത്രി ഉറങ്ങാൻ കഴിഞ്ഞതിന് നന്ദി നന്ദി നന്ദി. ഇവരോരും പറയാറുണ്ടാ? ഇന്നലെ രാത്രി കണ്ട മനോഹരമായ സ്വപ്നത്തിന് നന്ദി നന്ദി നന്ദി. അപ്പൊ 2ാമത്തെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, മാജിക് സ്റ്റോണിന്റെ ആക്ടിവിറ്റിയാണ്. 3 നമ്മുടെ വെൽത്തുമായി ബന്ധപ്പെട്ട് വരുന്ന മാജിക് മണി അഥവാ മാന്ത്രിക പണത്തെ കുറിച്ചാണ് പറയുന്നത്. സമ്പത്ത് കൂടുതൽ സമ്പന്നനാകാൻ, വീൽ ഓഫ് ലൈഫ് നന്നായി കറങ്ങാൻ നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം. ഈ പണം ഉണ്ടാക്കാൻ 1 രൂപ നാണയത്തെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്. പകരം നമ്മൾ ഏത് നല്ല നോട്ടിന് 500ന്റെയോ ഒരു നോട്ട് എടുക്കുക, അല്ലെങ്കിൽ ചെറിയ നാണയം എടുക്കുക, അതിനകത്ത് ഇതുപോലെ എഴുതി ഒട്ടിക്കുക. ഇതിൽ ഞാൻ പ്രിന്റ് ചെയ്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, എന്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി നന്ദി നന്ദി. 3 പ്രാവശ്യം എഴുതി പറയണം. എന്റെ ജീവിതത്തിലുടനീളം ലഭിച്ചു കൊണ്ടിരിക്കുന്ന പണത്തിന് നന്ദി നന്ദി നന്ദി. ഇത് ഞാൻ പോകുമ്പോൾ എല്ലായിടത്തും എന്റെ പോക്കറ്റിനകത്തുണ്ടാവും. എപ്പോഴൊക്കെ നിങ്ങൾക്ക് അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ എടുത്ത് ഇതിങ്ങനെ വയ്ക്കും. കാരണം ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ ഞാൻ നേടേണ്ട കാര്യങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് എത്താനുള്ള പണം വരണം. അങ്ങനെ ലഭിക്കുന്ന പണത്തിന് ഈ പുസ്തകത്തിൽ പറയുന്ന പേരാണ് മാജിക് മണി എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാലറി ലഭിക്കുമ്പോൾ, ഇപ്പൊ സാറിന് പെൻഷൻ വരുമ്പോ മൊബൈലിൽ ഒരു മെസ്സേജ് കിട്ടും, അലേർട്ട് മെസ്സേജ് വരും SBIയുടെ ഒക്കെ. അത് കിട്ടുമ്പോ എപ്പോഴെങ്കിലും നന്ദി പറഞ്ഞിട്ടുണ്ടോ? മൊബൈലിൽ ഇങ്ങനെ പണം വന്ന മെസ്സേജ് വരുമ്പോ പറയണം. അതൊരു മാജിക് മണിയാണ്. അപ്പൊ നമ്മൾ അതിന് നന്ദി നന്ദി എന്ന് പറഞ്ഞാൽ കൂടുതൽ പെൻഷൻ തരും. ഇപ്പൊ കിട്ടാത്ത ആ DA ഏരിയർ ഒക്കെ സർക്കാർ തരും. അപ്പൊ നമ്മുടെ DA ഏരിയർ സർക്കാർ ഇപ്പൊ 3% ഈ പ്രഖ്യാപിച്ച് ഈ മാസത്തെ ശമ്പളത്തിൽ കിട്ടിയില്ലേ നമുക്ക്? അത് അടുത്ത മാസമാണ്. ഈ മാസം കിട്ടി. അപ്പൊ നമ്മൾ പറയേണ്ടത് ഇനി കിട്ടാനുള്ള 20-25% കൊടുക്കുവാണെന്ന് അതല്ല പറയേണ്ടത്. കിട്ടിയതിന് നന്ദി പറയണം. ഇത് തന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് നന്ദി നന്ദി നന്ദി. 3% DA അനുവദിച്ച ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ?
ബാലഗോപാൽ സാറിന് നന്ദി 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 എന്ന് നമ്മളെല്ലാം നന്ദി പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നു നിങ്ങൾ ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അപ്പൊ നന്ദി ഉള്ളവനെ സർക്കാർ പോണേന് മുമ്പ് DA കുറിച്ച് മൊത്തം തരും. അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തോളി. നമുക്ക് ഈ സർക്കാർ തീരുന്ന മുമ്പ് നമ്മുടെ DA കുറിച്ച് മൊത്തം കിട്ടണം. കിട്ടൂല? വേണ്ടേ സാറേ? വേണ്ടേ? എന്ത് എന്ത് അതിനല്ലേ ഇത് പ്രാക്ടീസ് ചെയ്യണത്. നമ്മളെല്ലാം മാസ്റ്റർ മൈൻഡ് എഫക്റ്റ് സംഭവിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ മാജിക് മണി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അപ്രതീക്ഷിതമായി, നിങ്ങൾക്ക് ഇപ്പോ ഒരാൾക്ക് നിങ്ങൾ കടം കൊടുത്തു, അത് ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരിക്കുക. അപ്പോഴാണ് ഇന്ന് ഒരാൾ വിളിച്ചിട്ട് പറയാണ്, ദേ ഞാൻ നിങ്ങൾക്ക് തരാനുള്ള പൈസ ശരിയായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാട്ടോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ നന്ദി 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 പറയണം. കാരണം അതൊരു മാജിക് മണിയാണ്. അപ്പൊ ഇത്തരത്തിൽ പണമുണ്ടാകാൻ, സമ്പന്നനാകാൻ ചെയ്യാവുന്ന ഒരു ഇതാണ് ഈ മാജിക് മണി ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സമയം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് പോവാണ്. വൈഫാണ് വിളിക്കുന്നത്. അപ്പോ പിന്നെ നമ്മൾ നന്ദി രേഖപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട ഒന്ന് അതിനകത്തായി മാജിക്, ഇതാ മാജിക് ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. പുസ്തകത്തിൽ പറയുന്നതാണ് മാജിക് ബോർഡ്. മാജിക് ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനെ വിഷൻ ബോർഡ് എന്നും പറയും. ഞാനിത് വിഷൻ ബോർഡായിട്ട് ഉണ്ടാക്കിയതാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ നമുക്കിനി നേടേണ്ടത്, വീൽ ഓഫ് ലൈഫിലെ 8 ഘടകങ്ങൾ ഇതിനകത്തുണ്ടാവും. ഇതെന്റെ ഈ കൊല്ലത്തെ വിഷൻ ബോർഡല്ല, ഇത് ഞാൻ 2023 ഇതിൽ പലതും ഞാൻ ഓൾറെഡി നേടിക്കഴിഞ്ഞതാണ്. ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നു മാത്രമേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. പുതിയത് 25 വേറെ വിഷൻ ബോർഡ് എനിക്കുണ്ട്. അപ്പൊ ഇതിനെ മാജിക് ബോർഡ് എന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നിങ്ങൾക്ക് നേടേണ്ടത് അതിന്റെ ഒരു പിക്ചർ ഉണ്ടാക്കി, അത് കളറാണെങ്കിൽ അതായിരിക്കും നല്ലത്, അതിങ്ങനെ ഒട്ടിച്ചു വെക്കുക. എന്നിട്ട് ഓരോന്നിന്റെ അടിയിലും ഇതെനിക്ക് ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി, താങ്ക്സ് 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 എന്ന് വാക്കെഴുതണം. അതാണ് ലഭിക്കാനുള്ളതാണ്, പക്ഷെ ലഭിച്ചതുപോലെ കരുതണം. അപ്പൊ മാജിക് ബോർഡ് എന്ന് പറയുന്ന ഒരു എക്സസൈസിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു സാധനമാണ് ഫ്ലാഷ് ബുക്ക്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ഇത് നമ്മുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഈ ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായതുപോലെ പലപ്പോഴും നമുക്ക് അപ്രതീക്ഷിതമായി ചിലപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്നതായിരിക്കും, അയ്യോ അന്നത്തെ ക്ലാസ്സിന് പറ്റിയ നല്ലൊരു പോയിന്റായത്, പക്ഷെ ഇച്ചിരി കഴിയുമ്പോൾ മറന്നു പോകും. ആ മറന്നു പോകുന്നതാണ് ഫ്ലാഷ് മെമ്മറി എന്ന് പറയുന്നത്. ഈ ഫ്ലാഷ് മെമ്മറികളെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു ബുക്കുകൾ ഉണ്ടാക്കിയത്. തോന്നിയ അപ്പം തന്നെ അതിനകത്ത് ആ നോട്ട് എഴുതി വെക്കും, ഫ്ലാഷ് മെമ്മറി. അതേപോലെ തന്നെ ടു ഡു ലിസ്റ്റ് ഇത് വേണം നമുക്ക്. നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താൻ, ദീർഘായുസ് ഉണ്ടാകാൻ, സന്തോഷം ഉണ്ടാകാൻ. നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. രാത്രിയായി നോക്കുമ്പോൾ അയ്യോ ഇന്ന് വിചാരിച്ച പല കാര്യങ്ങളും നടന്നിട്ടില്ലല്ലോ എന്ന് വരും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ജോലി ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നതിന്റെ ഒരു കാരണം ഞാൻ ടു ഡു ലിസ്റ്റ് എഴുതുന്നതുകൊണ്ടാണ്. ഓരോ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് പിറ്റേന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് എഴുതി വെക്കും. ഇതിപ്പോ ഇന്ന് ഞാൻ ചെയ്യേണ്ട, ഈ ബുക്ക് തീർന്നുകൊണ്ട് പുതിയ ബുക്കാ, ഇന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളാണ് ടു ഡു ലിസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ക്ലാസ് വരെ അടക്കം ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ഇന്ന് ഞാൻ ചെയ്യേണ്ടത്, ഇവിടെ വരേണ്ട ടൈം ഒക്കെ ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ഇടുക. രാത്രി കിടക്കാൻ നേരത്തെ ഇതൊന്ന് എടുത്തു നോക്കുക, ഇനി എത്ര എണ്ണം ചെയ്യാനുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ടെൻഷൻ പോകും, നമുക്ക് സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു മാജിക് സാധനമാണ് ടു ഡു ലിസ്റ്റ്. കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. മറ്റൊരു മാജിക് സാധനമാണ് മാജിക് മിറർ എന്ന് പറയുന്നത്. മാജിക് മിറർ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓർഡറിലല്ല ഇപ്പൊ ഞാൻ സംസാരിച്ചത്, കാരണം 28 ഞാൻ പറയില്ല, കാരണം അങ്ങനെ പറഞ്ഞാൽ റോണ്ട ബെർണോടും ചെയ്യുന്ന അനീതിയായിരിക്കും. ഇത് സീരിയലുകളൊക്കെ കഥ പറയുന്നത് പോലെ ശേഷം പുസ്തകത്തിൽ എന്നേ ഞാൻ പറയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരില്ല. മഹാമാന്ത്രിക വിദ്യകൾ ഇതിനകത്ത് ഒരുപാടെണ്ണം കിടപ്പുണ്ട്. ഒരെണ്ണം മാജിക് മിറർ എക്സസൈസാണ്. ജീവിതത്തെ മാറ്റിമറിക്കും ഈ സാധനം. വീട്ടിലുള്ള കണ്ണാടിയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു കണ്ണാടിയൊക്കെ കൊണ്ടു കൊടുക്കുക. ഇപ്പൊ മൊബൈലിലുണ്ട്, മൊബൈലിൽ ക്യാമറ ഓൺ ആക്കിയിട്ട് നോക്കിയാലും മതി. അതിൽ നോക്കിയിട്ട് നമ്മൾ പറയണം, ഹായ് എത്ര സുന്ദരമായ മുടിയാണ് എൻ്റെ, തലയാണ് എൻ്റെ. മറ്റേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാന്നറിയാ, പൊട്ടത്തല, കഷണ്ടി തല എന്നൊക്കെയാ. ഒരിക്കലൊരു ഇപ്പൊ ഞാൻ പറയുന്നത് അത്ര മനോഹരമാണ് എന്നാണ്.
ഈ തലയൊക്കെ ഉള്ളത് കൊണ്ടും ഞാൻ നീല ഷർട്ടൊക്കെ ഇട്ട് നീല കോട്ടൊക്കെ ഇട്ട് ക്ലാസ് എടുക്കുമ്പോൾ ആളുകൾ എന്നെ പറയാറുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലുമായിട്ട് സാമ്യം തോന്നുന്നുണ്ടോ? എന്റെ മുഖത്തിലേക്ക് നോക്കിയ ആരുടെ ഇതെവിടെ ആരുണ്ട് പറഞ്ഞു പറ സാറേ. യൂസുഫ് അലി. ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്റെ വീഡിയോസ്, ആ യൂസുഫ് അലിയുടെ വീഡിയോ ഒക്കെ ചേർത്തിട്ട് ഹയർ സെക്കൻഡറി അധ്യാപകരൊക്കെ ക്ലാസ്സിലെടുക്കാൻ പോയിട്ട് ഇത് സാമ്യത്തിന്റെ കാരണം ഈ കശിന്തിയ വേറൊന്നുമല്ല. എന്റെ ഫോട്ടോകൾ കണ്ടത് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങനെ ഇട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ശരിക്കും തോന്നും. അത് ഞാനും അറിഞ്ഞില്ല. അങ്ങനെയൊക്കെ എപ്പോഴും ആളുകൾ പറയും, പ്ലാറ്റ്ഫോമിലൊക്കെ ജൂനിയർ യൂസുഫ് അലി എന്നൊക്കെ പറയും. ഞാൻ സന്തോഷം സ്വീകരിക്കും. അതുപോലെ സമ്പന്നനൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നതിനുള്ള വിഷ്ണുക്കേറ്റം നടക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, പക്ഷെ ഞാൻ എപ്പോഴും ഈ കശിന്തിയെ കുറിച്ച് ആദ്യം വിഷമിച്ചുകൊണ്ടിരുന്ന, പക്ഷെ പിന്നീടാണ് ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത്, നിങ്ങൾ തലയിൽ നിറയെ മുടി ഉണ്ടാകുന്നത് നിങ്ങൾ പൊട്ടനായിരിക്കുമ്പോഴാണെന്നും നിങ്ങൾ എത്രമാത്രം സ്മാർട്ട് ആകുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ തലയിൽ നിന്ന് മുടി പോയിക്കൊണ്ടേയിരിക്കും. മനോഹരമായ ഒരു വാചകം. തല നിറയെ മുടി ഉണ്ടാകുന്നത് നിങ്ങൾ പൊട്ടനായിരിക്കുമ്പോഴാണ്. നിങ്ങൾ സ്മാർട്ടാകും തോറും നിങ്ങളുടെ തലയിൽ മുടി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിയമുള്ളവരെ, മാജിക് മിറർ എക്സസൈസ് പറയുന്നത്, നിങ്ങൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നിങ്ങൾ പറയണം, ഹായ്, ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. അതുപോലെ തന്നെ എന്റെ കണ്ണുകൾ മനോഹരമാണ്, അതിമനോഹരമാണ് എന്റെ ശബ്ദം, എന്റെ തല അതിമനോഹരമാണ്, എന്റെ മുഖം സുന്ദരമാണ്, എനിക്ക് കൈകൾ നന്നായി ചലിപ്പിക്കാൻ കഴിയുന്നു, കാല് ചലിപ്പിക്കാൻ, ഇങ്ങനെയൊക്കെ കണ്ണാടിയിൽ നോക്കിയിട്ട് ഞാൻ എന്നോട് തന്നെ നടത്തുന്ന സെൽഫ് ടോക്ക്. ഇതാണ് മാജിക് മിറർ എക്സസൈസ്. കാരണം ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് എല്ലാം നെഗറ്റീവായിട്ടാണ് പറയുന്നത്, അല്ലേ? എന്നാ മൂക്കായത്, എന്നാ ചെവിയത്, ഇന്നൊക്കെ നമ്മൾ പറയാം. അത് മാറ്റിയിട്ട് ഈ മിറർ എക്സസൈസ് പറയുന്നത്, നിങ്ങൾ അതിന്റെ മുന്നിൽ നിന്നിട്ട് നല്ലത് അങ്ങോട്ട് പറയുക, ഞാൻ നല്ല ആരോഗ്യവാനാണ്, എൻ്റെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് നന്ദി. ഞാൻ 121 വയസ്സിലേക്ക് സന്തോഷത്തോടെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇങ്ങനെ ജീവിക്കുന്നു. 121ാമത്തെ വയസ്സിൽ മരിക്കുന്നതും ഒക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അതില്ലാത്തവന് ഇപ്പൊ നൽകിയിരിക്കുന്ന ഈ ആരോഗ്യത്തിന്, ഈ സൗന്ദര്യത്തിന്, ഈ അറിവിന്, ഈ സംസാര ശേഷിക്ക്, ഈ നടക്കാനുള്ള കഴിവിന്, ഈ ശ്വസിക്കാനുള്ള ഈ കഴിവിന്, ഈ വായുവിന്, വെള്ളത്തിന്, കഴിക്കുന്ന ഭക്ഷണത്തിന് മുമ്പും പിമ്പും നന്ദി പറയണം. ആരോടൊക്കെ? ആ ഭക്ഷണം ഉണ്ടാക്കി തന്ന ഭാര്യയോട്, വിളമ്പി തന്ന മക്കളോട്, എവിടെയോ നമ്മൾ അറിയാത്ത നിരക്ഷരായ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും കർഷകർ അവർ കൃഷി ചെയ്തത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ നിന്ന് ചോറുള്ളത്. ഇത്ര ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അവിടെ നിന്ന് നമ്മുടെ മില്ലുകളിലേക്ക് എത്തിച്ചവർ, അതിനെ അരിയാക്കിയവർ, അതിനെ നമ്മുടെ കടകളിൽ എത്തിച്ചവർ, നമ്മുടെ വീടിന്റെ അടുത്തുള്ള കടയിൽ എത്തിച്ചവർ, ആ കടയിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. എത്രയോ ആളുകളുടെ ഇവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും, നന്ദി ചൊല്ലിയിടുവാൻ വാക്കുകൾ പോരാ, നന്ദി അർപ്പിക്കാൻ ഈ ജീവിതം. നന്ദി. റോണ്ട ബൈർണും കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ജീവിതത്തിൽ ഇത് പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പോ ഏതാനും കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. തുടർച്ചയായി 28 ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ പുസ്തകം വായിക്കുക. ഇനി ഒരിക്കൽ സമയം ലഭിച്ചാൽ നമുക്ക് വീണ്ടും വരാം. വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ളൊരു കൂട്ടായ്മയിൽ വരാൻ. ഇത്രയും നേരം ഇങ്ങനെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അതൊരു ഭാഗ്യമാണ്. നമ്മെ കേൾക്കാൻ, നമ്മുടെ ശബ്ദം കേൾക്കാൻ, നമ്മളെ കാണാൻ, നമ്മുടെ മുന്നിൽ ഇങ്ങനെ ആളുകൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഒരു ഭാഗ്യമാണ്. ആ ഭാഗ്യത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം ഞാൻ വന്ന വഴികളും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന ആ വഴികളിലും എന്നെ സഹായിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട ഗുരുനാഥന്മാരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, മാതാപിതാക്കളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഇന്ന് ഈ ഇതുപോലെ ഒരു സംവിധാനം, ഉപാസന എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ ഒരുക്കിയ, ഈ ബിൽഡിംഗ് പണിത, ഈ ആശയം ഉണ്ടാക്കിയ, ഇതിനെപ്പോൾ വിജയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, ഇപ്പോഴെ സൂചിപ്പിക്കപ്പെട്ട മൺമറഞ്ഞ ജോസഫ് കൊളക്കാട്ടച്ചൻ, ഇവർക്കൊക്കെ നമ്മൾ നന്ദി രേഖപ്പെടുത്തണം. ഇന്നത്തെ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് ജനങ്ങൾ അത് എഴുതണം. കാരണം ഇങ്ങനത്തെ സംവിധാനങ്ങൾ വരികയും അതിനെ വളർത്തി വലുതാക്കാനും ഒരുപാട് ആളുകൾ പൂവറിയുന്നില്ല, വേരനുഭവിച്ച യാതനകൾ, വേരനുഭവിച്ച
യാതനകൾ. ഇന്ന് ഇതുപോലെ ഈ സംവിധാനം ഇവിടെ വരുമ്പോൾ അതിനൊരു വേരുണ്ട്, റൂട്ടുണ്ട്. അതാണ് ഈ മരത്തിൽ പൂവുണ്ടാക്കിയത്. പൂവിന്റെ കഴിവല്ല, എൻ്റെ ഈ സൗന്ദര്യം എന്ന് പറയുന്നതല്ല, എൻ്റെ ഈ ശബ്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രമല്ല. ഒരുപാട് മാതാപിതാക്കളോടൊക്കെ ഒരുപാട് ആളുകളൊന്നും വേരുണ്ട്. അത് മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പാറക്കെട്ടുകളിലൂടെ, മരുഭൂമികളിലൂടെ, ചെളിക്കുഴികളിലൂടെ ഒക്കെ ഇങ്ങനെ ആഴ്ന്നിറങ്ങി ജലവും വളവും ഒക്കെ വലിച്ചെടുത്ത് മുകളിൽ എത്തിച്ചപ്പോഴാണ്, ഇലകളിൽ എത്തിച്ചപ്പോഴാണ് ഇലകൾ അത് കാർബോഹൈഡ്രേറ്റ് ആയി. ആ പ്രോസസ്സിന്റെ പേര് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റുകൾ ഉണ്ടാക്കി, അതൊക്കെ ഉപയോഗിച്ചതാണ് പൂമുട്ടുകൾ ഉണ്ടായി, പൂവിരിഞ്ഞ് ആളുകളെ മനോഹരമാക്കുന്നത്. അപ്പോൾ വേരനുഭവിച്ച യാതനകളെ നമ്മൾ നന്ദിയോടെ സ്മരിക്കണം. അവസാനമായി ഒരു കാര്യം കൂടി പറയുന്നു. നമ്മളാണ് തീരുമാനിക്കേണ്ടത്, പുഴുവാകണോ, പൂപ്പയാകണോ, പിന്നെ ചിത്രശലഭമാകണോ? നമ്മുടെ ചോയ്സാണ്. പൂവായി നിങ്ങൾക്ക്, പുഴുവായി ആരാലും വെറുക്കപ്പെടുന്ന പുഴുവായി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം. ഒന്നും പരിഗണിക്കാതെ സ്വസ്ഥമായൊരു കൂടിനുള്ളിൽ, കവചത്തിനുള്ളിൽ സമാധി പോലെ ഇരിക്കുന്ന പ്യൂപ്പയായി നിങ്ങൾക്ക് വേണമെങ്കിൽ ജീവിക്കാം. ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യം ഒന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ തട്ടാനും ഉണ്ടെങ്കിൽ എല്ലാമായി എന്ന് വിചാരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാം. അതല്ല, എല്ലാവരും കുതിക്കുന്ന, ആഗ്രഹിക്കുന്ന, പിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനോഹരമായ ചിത്രശലഭമായി ഇതിലൂടെ എങ്ങനെ പറന്ന് നടക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഡിസിഷൻ നിങ്ങളുടേതാണ്. ഏത് വേണം? ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സ്ഥാപനത്തടക്കമുള്ളവരെ വളർത്തി വലുതാക്കി ആ വേരുകളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയ്ക്ക് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒരുപാട് തിരക്കുകൾക്കിടയിൽ ഫാദർ പെൻസിനെ പോലുള്ളൊരു അച്ഛൻ ഇവിടെ വന്ന് ഈ എളിയവന്റെ വാക്കുകൾ ശ്രവിച്ചതിന് മുന്നിലിരുന്ന് കേട്ടിരുന്നതിനും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ആ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. താങ്ക് യു.